കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച് ഇന്ന് പുറത്തിറങ്ങാനിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി ഇന്ന് രാവിലെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി, വിചാരണ കോടതി കൂടിയായ ഡൽഹി റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം അനുവദിക്കുന്നത്. ആ ജാമ്യം ലഭിച്ച് ഇന്ന് രാവിലെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇഡിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതിയിലും ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് 48 മണിക്കൂറത്തേക്ക് സ്റ്റേ ചെയ്യണമെന്നൊരാവശ്യം ഇഡി ഉന്നയിച്ചിരുന്നെങ്കിലും അത് പരിഗണിക്കാൻ വിചാരണ കോടതി തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, സുപ്രീം കോടതി നേരത്തെയും അരവിന്ദ് കെജ്രിവാളിനോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 3 മാസം മുമ്പ്, ഇന്നേക്ക് 3 മാസം മുമ്പ് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രചരണത്തിനും മറ്റുമായി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് സുപ്രീം കോടതിയായിരുന്നു. ആ സുപ്രീം കോടതിയിലേക്കാണ് ഇനി ഈ കേസ് പോകാൻ പോകുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നൊരു നിർബന്ധം ചില അധികാര കേന്ദ്രങ്ങൾക്കുള്ളതുപോലെയാണ് ഓരോ നടപടിയിലും സംശയം ജനിപ്പിക്കുന്നത്. അതായത് ഇന്നലെ വൈകിട്ടോടെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നു. ഇന്ന് പുറത്തിറങ്ങാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്ന വസ്തുതകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇഡി അരവിന്ദ് കെജ്രിവാളിനെ കുരുക്കുന്നത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ്. ഈ കേസിൽ PMLA പോലെയുള്ള ഗുരുതരമായ ജാമ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല ഈ കേസിൽ ഇഡിയുടെ അറസ്റ്റ് നേരിടേണ്ടി വന്ന ഏക ആം ആദ്മി പാർട്ടിയുടെ നേതാവ്. നേരത്തെ 2 പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളെ ഇതേ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരാൾ മനീഷ് സിസോദിയയാണ്. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനെന്നറിയപ്പെട്ടിരുന്ന മനീഷ് സിസോദിയെ ഇതേ കേസിലാണ് ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സഞ്ജയ് സിംഗിനെയും ഇതേ കേസിൽ നേരത്തെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിനെല്ലാം കാരണമായ സംഭവം എന്ന് പറയുന്നത് 2021 നവംബർ 17 ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി സർക്കാർ അവതരിപ്പിച്ച ഒരു മദ്യനയം. ഈ മദ്യനയം അവതരിപ്പിക്കുമ്പോൾ സർക്കാർ അവകാശപ്പെട്ടത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുമെന്നും കരിഞ്ചന്തയുടെയും മാഫിയയുടെയും ഒക്കെ സ്വാധീനം കുറയ്ക്കുമെന്നുമാണ്. പക്ഷെ മദ്യനയം നടപ്പിലായതോടെ വലിയ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സർക്കാർ പൂർണ്ണമായും മദ്യവിൽപ്പനയിൽ നിന്നും പിന്മാറിയെന്നും പകരം സ്വകാര്യ ഏജൻസികൾക്ക് ഇത് കൈമാറിയെന്നുമുള്ളതായിരുന്നു. മദ്യത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പോലും വലിയ ആക്ഷേപങ്ങൾ ഡൽഹിയിൽ ഉയർന്നു കേട്ടു. ഇതിന് പിന്നാലെ BJP മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ ഒരു സഖ്യകക്ഷിയായ കോൺഗ്രസും അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിന്റെ അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇത് സംബന്ധിച്ചൊരു പരാതി അവിടുത്തെ കമ്മീഷണർക്ക് നൽകിയതിൻ്റെ ചിത്രങ്ങൾ, ആ പരാതിയുടെ ചിത്രങ്ങൾ നേരത്തെ പ്രസ് വൺ TV തന്നെ വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ BJPയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായ VK സക്സേന ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുന്നത്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ഈ കേസിൻ്റെ വഴിത്തിരിവായി മാറുന്നത് ആ പരാമർശങ്ങളാണ്. അതിൽ പറയുന്നത് ലൈസൻസികൾക്ക് അനർഹമായ സഹായം സർക്കാർ ചെയ്തു നൽകിയെന്നും ഇതിലൂടെ 144.36 കോടി രൂപയുടെ ഇളവാണ് ലൈസൻസ് ഫീയിൽ സർക്കാർ ലൈസൻസികൾക്ക് ചെയ്തു നൽകിയതെന്നുമായിരുന്നു ആക്ഷേപം. ഇതിന് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ആദ്യം ശുപാർശ ചെയ്തു. കേസ് ആദ്യം ഏറ്റെടുക്കുന്നത് CBI ആണ്. തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് ഇഡി ഈ കേസ് ഏറ്റെടുക്കുകയും അതിനുശേഷം വ്യാപകമായ റെയ്ഡുകളും അറസ്റ്റുകളും ഉണ്ടാവുകയുണ്ടായി. അതിനുശേഷമാണ് മനീഷ് സിസോദിയ അടക്കം സഞ്ജയ് സിംഗിനെ പോലെയുള്ള നേതാക്കൾ, BRS നേതാവായ K കവിത അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലാവുന്നത്. അതിനെല്ലാം ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരുന്ന ആ ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണമൊക്കെയായി ഒരുങ്ങി നിന്നിരുന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ നിരാശരാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡൽഹിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന് വലിയ സ്വീകരണമായിരുന്നു ആം ആദ്മി പാർട്ടി ഒരുക്കി വച്ചിരുന്നത്. ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ വാർത്ത ആം ആദ്മി പ്രവർത്തകർ ആഘോഷമാക്കിയിരുന്നു. ആ ആഘോഷങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത നടപടി സുപ്രീം കോടതിയിലായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി എങ്ങനെയായിരിക്കും ഈ കേസിൽ പ്രതികരിക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും.